ഞാൻ ടീച്ചർ പറഞ്ഞു. എന്റെ പേര് ഗ്രേസി എബ്രഹാം എന്നാണ്. എന്റെ ഹസ്ബൻഡാണ് ബാബു ജോൺ. ബാബു ജോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇന്നിവിടെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്ന അമേരിക്കയിൽ നിന്ന്. ചെറുപ്പം മുതലേ വലിയ സ്നേഹത്തിൽ വന്ന സമയത്ത് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഇവിടെ വന്ന് വളരെ സന്തോഷം വന്ന് ഞങ്ങളെ കാണാനും ഒക്കെ അതിന് വലിയ സന്തോഷം തോന്നുന്നു. ടീച്ചറിന്റെ വീടൊക്കെ എവിടെയായിരുന്നു? എന്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ്. ഈ വീടാണ്, ഇവിടെയാണ് എന്റെ മീനട എന്ന സ്ഥലത്താണ്, കോട്ടയം ജില്ലയിലെ മീനട എന്ന സ്ഥലത്താണ് എന്റെ വീട്. എന്റെ ഹസ്ബൻഡാണ് ബാബു ജോൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട് കറിയച്ചാലാണ്, കൂത്രപ്പള്ളി, കറിയച്ചാല് കൂത്രപ്പള്ളി. അവിടെയാണ് അവരൊന്നിച്ച് പഠിക്കുകയൊക്കെ ചെയ്തത്. സെനി സാറുമായിട്ട് ഒന്നിച്ച് പഠിക്കുകയൊക്കെ ചെയ്തത്. ഇവിടുന്ന് കല്യാണം കഴിച്ച് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അനിയത്തിയും ഉണ്ട്. അപ്പൊ അനിയത്തിയെ കല്യാണം കഴിച്ചു വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ താമസമാക്കിയത്. മീനട എന്ന് പറയുന്ന സ്ഥാനത്തുമാക്കി എന്റെ വീട് ഇവിടെ താമസമാക്കിയത്. ഞാൻ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. ഹെഡ് മിസ്ട്രസ് ആയിട്ട് പെൻഷനായി. 2 മക്കളാണ് എനിക്കുള്ളത്. ഒരു മോനും മോളും. മോനെ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. മോന്റെ ഭാര്യ അവിടെ തന്നെ. മോളെ കല്യാണം കഴിച്ചത് തിരുവനന്തപുരത്താണ്. അവളെ ഇപ്പൊ തായ്ലൻഡിലാണ്. അവിടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്ന. ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ സന്തോഷകരമായി പോകുന്നു. ഞാൻ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ ഈ പഠിച്ച സ്കൂളിൽ തന്നെ, CSIയുടെ സ്കൂളിൽ തന്നെയാണ്. കല്ലുപറമ്പ് മീനട വെസ്റ്റ് CMS LP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം തോട്ടയ്ക്കാട്. പിന്നെ കോളേജിൽ പഠിച്ചത് CMS കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം TTC ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചറായിട്ട് ജോലി ചെയ്തു. പിന്നെ ടീച്ചറായിട്ട് ജോലി HM ആയിട്ടത് എഴുപന്താനം CMS LP സ്കൂളിലായിരുന്നു ആദ്യം. അതിനുശേഷം ഇവിടെ മീനട വെസ്റ്റ് CMS LP സ്കൂളിൽ. അങ്ങനെ എനിക്ക് ചെറുപ്പത്തിലെ TTC പഠിപ്പിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ചെറുപ്പത്തിലെ ആ മേഖലയിലേക്ക് പോയി. അങ്ങനെ 22ാമത്തെ വയസ്സിൽ ജോലി കയറി. അതുകൊണ്ട് 36 വർഷം സർവീസ് എനിക്ക് കിട്ടി. 19 വർഷം HM ആയി ജോലി ചെയ്തതിനു ശേഷമാണ് 2022 മാർച്ചിൽ പെൻഷനായത്. അത് കല്യാണാലോചിച്ചതാണല്ലോ. കല്യാണാലോചിച്ച പ്രപ്പോസൽ വന്ന കല്യാണം അന്ന് കോട്ടയം ജില്ല ട്രഷറി ജോലി ചെയ്യുന്നു. പാട്ട് സത്യത്തിൽ 36 വർഷത്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളാണ്. അതുകൊണ്ട് അതിനോട് എനിക്ക് ഭയങ്കര ഒരു ഇന്റിമസി, ആത്മാർത്ഥതയുള്ളത്. അപ്പൊ ആ സ്കൂളിലെ അധ്യാപികയാകുക, അവിടെ പഠിപ്പിക്കുക, അവിടെ ഹെഡ്മിസ്ട്രസ് ആയി പിരിയുക എന്നൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നാട്ടുകാരും എന്നോടൊപ്പം നിന്നെന്നുള്ളതാണ്. ഇപ്പൊ നാട്ടിലെ എന്റെ പ്രായമുള്ള അച്ചായന്മാര്, ഞാൻ അച്ചായന്മാര് വിളിക്കുന്നവരൊക്കെ എന്നെ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അകപ്പാടെ ഒരു വലിയ ബുദ്ധിമുട്ട്. പക്ഷെ അവരങ്ങനെ വിളിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എൻ്റെ ഫാദറിന്റെ ഒക്കെ തലമുറയിലുള്ളവരും അവർക്ക് മുമ്പുള്ളവരും അവരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാനും സ്കൂളിലും എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ പഠിപ്പിക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷം. എൻ്റെ കൂടെ പഠിപ്പിച്ച നാട്ടിലെ പ്രമുഖരായ അധ്യാപകരുണ്ട്. കക്കുല്യ സാറെന്ന് പറയുന്നത്, പിന്നെ തങ്കമ്മ സാറ്, അവരൊക്കെ എന്നെ പഠിപ്പിച്ചവരാ. അപ്പൊ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു ആത്മാർത്ഥ, അതിന്റെ ഒരു ത്രില്ല് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും മടുപ്പില്ല. അധ്യാപന ജീവിതത്തിൽ ഒരിക്കലും മടുപ്പില്ല. ഇനി തന്നാലും പോകാമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സ്റ്റുഡൻസിന്റെ ഈ 36 വർഷത്തിലെ ഒരു പ്രത്യേകിച്ച് പറഞ്ഞെടുക്കാവുന്ന 1-2 സ്റ്റുഡൻസിനെ പറ്റി പറയാനുണ്ടോ? ഓർമ്മയിലുണ്ടോ? അപ്പൊ നമ്മളെ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ നല്ല നിലയിലാകുന്നതും അത് തന്നെയല്ലേ. ഇപ്പൊ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിക്കുമ്പോഴേ ഒരു കുട്ടി അന്ന് ഈ പ്രദേശത്ത് കുറെ നാളുകൾക്ക് മുമ്പാ. അപ്പം കറണ്ട് പോയാൽ പിന്നെ കുറെ സമയത്തിന് ശേഷമാണ് കറണ്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഞാൻ അവളുടെ പുള്ളി ഫാദർ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഫോണിനെ വിളിച്ചു, മധുവിനെ വിളിച്ചു, ഫോൺ വിളിച്ചപ്പോ ഈ കുഞ്ഞു കൊച്ചാ ഇവളാ എടുത്തെ. അപ്പോ എന്നിട്ട് ഇവള് പറഞ്ഞു, അയ്യോ പപ്പ ഇവിടെ ഇല്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്ന വേണ്ട മോളെ, ഞാൻ കറണ്ട് മൊത്തം പോയേക്കുവാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഇവള് ഫോൺ അവിടെ വെച്ചിട്ട് പപ്പ എവിടെയാണോ അവിടെ പോയി ഓടിപ്പോയി പറഞ്ഞ് അത് വന്ന് ശരിയാക്കിയിട്ട് പിന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു. 8 മണിയായപ്പോ മൊത്തം കറണ്ട് കിട്ടി. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒരുപാട് സന്തോഷം. എന്റെ നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും
എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.